Hi all, welcome to Know Your Chemistry. So today we are going to discuss about the structural organization of proteins. So one of the most important topics. So mainly the protein structure we can classify it into four. That is the primary structure, secondary structure, tertiary structure and finally the quaternary structure. Okay, so first നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് പ്രൈമറി സ്ട്രക്ചർ. ഓക്കെ, സോ പ്രൈമറി സ്ട്രക്ചർ ആ പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ്സ് എ പ്രൈമറി. സോ ഇറ്റ് ഡിനോട്ട്സ് ദ നമ്പർ ആൻഡ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ. സോ നമുക്കറിയാം അമിനോ ആസിഡ്സ്, ഒരുപാട് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ എൻ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴി ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്, സിമ്പിളായി പറഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ പ്രൈമറി സ്ട്രക്ചർ ഓഫ് എ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെയിൻലി ഇൻഡിക്കേറ്റ്സ് ദ ഓർഡർ ഓഫ് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് അമിനോ ആസിഡ്. ഇത്ര നമ്പർ ഉണ്ട് ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൽ, ഇത്ര നമ്പർ അമിനോ ആസിഡ്സ് ഉണ്ട് ആൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഇറ്റ്സ് ഡൈസൾഫൈഡ് ബോണ്ട്സ്. ഇതാണ് പ്രൈമറി സ്ട്രക്ചർ. ഓക്കെ, ഇനി ഹയർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആർ മെയിൻലി ഡിസൈഡഡ് ബൈ ദിസ് പ്രൈമറി സ്ട്രക്ചർ. സോ അതിൻ്റെ റീസൺ പിന്നീട് ഞാൻ പറയും. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡറി ആണോ ടെർഷ്യറി ആണോ ക്വാട്ടർണറി ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്രൈമറി സ്ട്രക്ചറാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ട്രൈപെപ്റ്റൈഡ് പറഞ്ഞാൽ 3 അമിനോ ആസിഡ് ഉള്ള ഒരു കോംപ്ലക്സ് അല്ലെങ്കിൽ ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ. ഫോർ എക്സാമ്പിൾ ഗ്ലൈസിൻ, അലാനിൻ ആൻഡ് വാലിൻ. ഓക്കെ, അതൊരു സീക്വൻസ്. ഇനി അനദർ സീക്വൻസ് പറഞ്ഞാൽ ഗ്ലൈസിൻ, വാലിൻ, അലാനിൻ. ഇത് സെയിം സീക്വൻസ് അല്ല, ബിക്കോസ് ഒരു അമിനോ ആസിഡ് മാറുമ്പോൾ സീക്വൻസ് മാറും. ഓക്കെ, സോ മെയിനായിട്ടും പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് അമിനോ ആസിഡ്സ്, എത്ര നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സീക്വൻസ്, ഓർഡർ ഓഫ് അറേഞ്ച്മെൻറ്റ്. ഇതാണ് പ്രൈമറി സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പ്രൈമറി സ്ട്രക്ചറിന് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് പ്രൈമറി സ്ട്രക്ചർ എക്സിബിറ്റ് ചെയ്യുന്ന ചില അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. സോ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എക്സാമ്പിളാണ് ഇൻസുലിൻ സ്ട്രക്ചർ. സോ അത് ആദ്യമായി എലൂസിഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഫ്രെഡറിക് സാങ്ങർ. സോ നൊബേൽ പ്രൈസ് വിന്നറാണ്. ഓക്കെ, സോ ഇൻസുലിൻ സാങ്കേഴ്സിൻ്റെ സ്ട്രക്ചർ പ്രകാരം ഒരു 2 ചെയിൻസ് ഉണ്ട്. ഇൻസുലിൻ ഈസ് ഹാവിങ് എ ചെയിൻ ആൻഡ് ബി ചെയിൻ. എ ചെയിൻ ഓർ ഗ്ലൈസിൻ ചെയിൻ, ഇറ്റ് ഈസ് ഹാവിങ് 21 അമിനോ ആസിഡ്സ്, ആൻഡ് ബി ചെയിൻ ഓർ ദ ഫിനൈൽ അലാനിൻ ചെയിൻ, ഇറ്റ് ഈസ് ഹാവിങ് 30 amino acids. Okay, so another important points about the bonding. Okay, there is a 2 interchain disulfide bonds and 1 intrachain disulfide bond. Okay, so 2 interchain disulfide bonds അല്ലെങ്കിൽ interchain എന്ന് പറയുമ്പോൾ between A chain and B chain, രണ്ട് ചെയിനുകൾക്കിടയ്ക്കുള്ളതാണ് interchain. intrachain എന്ന് പറഞ്ഞാൽ inside the chain, ആ സെയിം ചെയിനിൽ തന്നെ ഉള്ളതാണ് intrachain. So 2 interchain disulfide bonds ഉണ്ട്. One is A chainil 7th cysteine of A and 7th cysteine of B. That is one interchain disulfide. And the second interchain disulfide is between 20th cysteine of A and 90th cysteine of B. Okay, so ഇതാണ് interchain disulfide bonds. So next slide diagram ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രാചെയിൻ ഡൈസൾഫൈഡ് ബോണ്ട്. സോ ഇൻട്രാചെയിൻ പറഞ്ഞാൽ സെയിം ചെയിനിൽ തന്നെയുള്ളത്, അതായത് എ ചെയിൻ അല്ലെങ്കിൽ ബി ചെയിൻ. സോ ഇൻസുലിൻ്റെ കേസിൽ എ ചെയിനിൽ മാത്രമാണ് ഇൻട്രാചെയിൻ ഡൈസൾഫൈഡ് ബോണ്ടിങ് ഉള്ളത്. ദാറ്റ് ഈസ് ബിറ്റ്വീൻ 6th and 11th സിസ്റ്റീൻ റെസിഡ്യൂസ് ഓഫ് എ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഈ പ്രൈമറി സ്ട്രക്ചറിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഈ ഡിറ്റർമിൻസ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി. സോ ഹൗ എന്നുള്ളത് എൻ്റെ അടുത്ത കമ്മിങ് സ്ലൈഡ്സിൽ ഞാൻ പറയും. ഓക്കെ, so you can see the A chain, then B chain. Okay, so A chain and B chain, A chain or glycine chain. See, A chain starts with glycine and see the B chain, it starts with phenylalanine. Okay, ഞാൻ പറഞ്ഞു 2 interchain disulfide bonds. Okay, see the 7th cysteine of A chain. Okay, 7th cysteine of B chain കണ്ടല്ലോ. Okay, so the round ചെയ്തിട്ടുണ്ട്. 7th cysteine of A and 7th cysteine of B, there is a disulfide linkage. Okay, another one you can see in the A chain there is 20th cysteine. Okay, 20th cysteine of A and 19th cysteine of B, there is another interchain disulfide bond. Okay, clear ആണല്ലോ. and see the A chain again, there is a 6th cysteine and 11th cysteine, there is another one disulfide bond, there is a intrachain because inside the A chain ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് intrachain disulfide bonds. Okay, so this is a structure of main structure of insulin. Okay, ഇനി പറഞ്ഞാൽ സ്പീഷീസ് വേരിയേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ,
സോ ഹ്യൂമൻസിൽ അല്ലെങ്കിൽ ബൊവൈൻ ഇൻസുലിൻ എന്താ, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻസുലിൻ എന്താ, പിഗ് ഇൻസുലിൻ എന്താ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. സോ മെയിനായിട്ടും നമ്മൾ അമിനോ ആസിഡ് കോമ്പോസിഷൻ അറ്റ് 30th അമിനോ ആസിഡ് നമ്മൾ പറഞ്ഞു. എ ചെയിനിൽ 21 അമിനോ ആസിഡും ബി ചെയിനിൽ 30 അമിനോ ആസിഡും ഉണ്ട്. സോ ബി ചെയിനിലെ 30th അമിനോ ആസിഡ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ സ്പീഷ്യസ് വേരിയേഷൻ പറയും സംടൈംസ്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് പിന്നീട്. ഓക്കെ, സോ സ്പീഷ്യസ് വേരിയേഷൻ. ഓക്കെ, സോ സ്പീഷ്യസ് വേരിയേഷൻ മെയിനായിട്ടും 8th, 9th and 10th പൊസിഷൻ ഓഫ് എ ചെയിൻ ആൻഡ് സി ടെർമിനൽ ഇൻ ബി ചെയിൻ. ഓക്കെ, സോ ബി ചെയിനിൽ കാർബോക്സി ടെർമിനലും അതുപോലെ തന്നെ എ ചെയിനിലെ 8th, 9th, 10th ഓഫ് എ ചെയിൻ അവിടുത്തെ അമിനോ ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിനെ വെച്ചിട്ടാണ് നമ്മൾ സ്പീഷ്യസ് വേരിയേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. സോ 8th പൊസിഷനിൽ അലാനിൻ, 9th പൊസിഷനിൽ സെറീൻ ആൻഡ് 10th പൊസിഷനിൽ വാലിൻ. അതാണെങ്കിൽ എ ചെയിനിൽ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ബൊവൈൻ ഇൻസുലിൻ. ഓക്കെ, ഇനി ഹ്യൂമൻ ഇൻസുലിൻ ആണെങ്കിൽ ഓർത്ത് വയ്ക്കുക 8, 9, 10 ആ ഓർഡറിൽ പഠിക്കുക. 8, 9, 10 ഹ്യൂമൻസിൻ്റെ കേസിൽ ത്രയോണിൻ, സെറിൻ, ഐസോല്യൂസിൻ. ഓക്കെ, ത്രയോണിൻ, സെറിൻ, ഐസോല്യൂസിൻ, TSI. ഓക്കെ, ത്രയോണിൻ, സെറിൻ, ഐസോല്യൂസിൻ. അതാണ് നമ്മുടെ ഹ്യൂമൻ ഇൻസുലിൻ്റെ കേസിൽ എ ചെയിനിൽ വരുന്ന ഒരു സ്പീഷ്യസ് വേരിയേഷൻ. അതായത് ഹ്യൂമൻസിൻ്റെ കേസിൽ 8, 9, 10 എന്ന് പറഞ്ഞാൽ ത്രയോണിൻ, സെറിൻ ആൻഡ് ഐസോല്യൂസിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി സി ടെർമിനൽ ഇൻ ബി ചെയിൻ. സോ നമ്മൾ ബി ചെയിനിൽ സി ടെർമിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 30th ലാസ്റ്റ് എൻ ചെയിൻ ആണ് സി ടെർമിനൽ. ഓക്കെ, കാർബോക്സി ടെർമിനൽ ദാറ്റ് ഈസ് 30th അമിനോ ആസിഡ്. അല്ല 30th അമിനോ ആസിഡ് ബി ചെയിനിൽ 30th അമിനോ ആസിഡ് ആണ്. ഓക്കെ, സോ ബി ചെയിനിൽ 30th അമിനോ ആസിഡ് ത്രയോണിൻ ആണെങ്കിൽ ദാറ്റ് ഈസ് എ ഹ്യൂമൻ. ഇനി എലാനിൻ ആണെങ്കിൽ ബൊവൈൻ ആയിരിക്കും അല്ലെങ്കിൽ പിഗ് ആയിരിക്കും. സോ 30th എലാനിൻ വന്നാൽ ബൊവൈൻ അല്ലെങ്കിൽ പിഗ് ആയിരിക്കും. പിന്നെ നമ്മൾ എങ്ങനെയാണ് സ്പീഷ്യസ് വേരി ചെയ്യുക, സ്പീഷ്യസ് വേരിയേഷൻ ഡിറ്റർമിൻ ചെയ്യുക? ബിക്കോസ് 30th അമിനോ ആസിഡ് അലാനിൻ വന്നാൽ ബൊവൈനും ആവാം പിഗും ആവാം. പക്ഷേ അപ്പം നമ്മൾ എന്താ ചെയ്യുക, എ ചെയിനിൽ നോക്കും. ഓക്കെ, എ ചെയിനിൽ പിഗിൻ്റെ കേസിൽ ത്രയോണിൻ, സെറിൻ, ഐസോല്യൂസിൻ ഹ്യൂമൻസിൻ്റെ സെയിം ആണ്. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് ബൊവൈൻ ഞാൻ പറഞ്ഞു എലാനിൻ, സെറിൻ ആൻഡ് വാലിൻ. സോ അങ്ങനെയാണ് നമ്മൾ സ്പീഷ്യസ് വേരിയേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി പോർസൈൻ ഇൻസുലിൻ അലാനിൻ ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹ്യൂമൻ ഇൻസുലിൻ ആണെങ്കിൽ ത്രയോണിൻ ആണ് ബി ചെയിനിൽ. ഓക്കെ, ഇനി പ്രോ ഇൻസുലിൻ എന്ന് പറയും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പാൻക്രിയാറ്റിക് ഹോർമോൺ ആണ് നമ്മുടെ ഇൻസുലിൻ. പാൻക്രിയാറ്റിക് ബീറ്റാ സെൽസ് ആണ്. ഓക്കെ, ആൽഫ സെൽസ് ഗ്ലൂക്കോൺ പ്രൊഡ്യൂസ് ചെയ്യും, ബീറ്റാ സെൽസ് വിൽ പ്രൊഡ്യൂസ് ഇൻസുലിൻ. സോ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു പ്രോ ഹോർമോൺ ആയിട്ടാണ്. സോ പ്രോ ഹോർമോൺ പറഞ്ഞാൽ ഇനാക്റ്റീവ് ഫോമിലാണ്, അല്ലെങ്കിൽ പ്രോ ഇൻസുലിൻ ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിനാണ്. അതുമാത്രമല്ല അതിൽ 86 അമിനോ ആസിഡ്സ് ആണ് ഉണ്ടാവുക. ബിക്കോസ് അവിടെ ഇവിടെ ഇന്നത്തെ പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാങ്കേഴ്സിൻ്റെ സ്റ്റഡി പോലെ 2 ചെയിനൊന്നും ഉണ്ടായിട്ടില്ല. ഓൺലി 1 ചെയിൻ, ദാറ്റ് ഇസ് സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ വിത്ത് 86 അമിനോ ആസിഡ്സ്. ഓക്കെ, സോ ബയോളജിക്കലി ആക്റ്റീവ് ഇൻസുലിൻ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ സാങ്കേഴ്സിൻ്റെ സ്ട്രക്ചർ ദാറ്റ് ഇസ് എ ചെയിൻ ആൻഡ് ബി ചെയിൻ. സോ 2 ചെയിൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഈ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ വിത്ത് 86 അമിനോ ആസിഡ്സ് ഉള്ള പ്രോ ഇൻസുലിന് ഹൗ ദ ബയോളജിക്കലി ആക്റ്റീവ് ഇൻസുലിൻ വിത്ത് 2 ചെയിൻ ഈസ് ഫോംഡ്. ഓക്കെ, സോ ഞാനിവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. സോ പ്രോ ഇൻസുലിൻ യു ക്യാൻ സീ. സോ പ്രോ ഇൻസുലിൻ ഹാവ് എ റെഡ് പോർഷൻ. യു ക്യാൻ സീ the disulfide bond, that's N terminal, C terminal you can see. Okay, N terminal starts with blue and the C terminal that is a green portion. Okay, then you can see the disulfide bridges, that's a connecting peptide you can see in the red line. Okay, that is a connecting peptide. Okay, സോ നമ്മുടെ സി ചെയിനും എൻ ചെയിനും അല്ലെങ്കിൽ ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ അടക്കം ഒരു കണക്റ്റിംഗ് പെപ്റ്റൈഡ് പോലെ ദാറ്റ് ഇസ് എ സ്ട്രക്ചർ ഓഫ് പ്രോ ഇൻസുലിൻ. സോ പ്രോ ഇൻസുലിൻ ബയോളജിക്കലി ആക്റ്റീവ് ഇൻസുലിൻ വിത്ത് 2 ചെയിൻസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബൈ ദ റിമൂവൽ ഓഫ് സെൻട്രൽ പോർഷൻ ഓഫ് ദ പ്രോ ഇൻസുലിൻ. ഓക്കെ, അതായത് ഇൻസുലിൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വാട്ട് ഹാപ്പൻസ്, ദ സെൻട്രൽ പോർഷൻ ഓഫ് പ്രോ ഇൻസുലിൻ ദാറ്റ് ഇസ് എ സെൻട്രൽ connecting peptide is removing. Okay, that is C peptide is or connecting peptide is released. Okay, so അവിടെ നിന്ന് അത് റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന യു ക്യാൻ സീ ദ ഡയഗ്രാം. ഓക്കെ, സോ ഒരു രണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ കണക്റ്റിംഗ് പെപ്റ്റൈഡ് ആണെന്ന് റിമൂവ് ചെയ്താൽ ഒരു ഗ്രീൻ പോർഷൻ ആൻഡ് ബ്ലൂ ചെയിൻ യു വിൽ ഗെറ്റ്. ഓക്കെ, ദാറ്റ്സ് എ ചെയിൻ ആൻഡ് ബി ചെയിൻ, ദാറ്റ്സ് എ ബയോളജിക്കലി ആക്റ്റീവ് പെപ്റ്റൈഡ്. ഓക്കെ, ബയോളജിക്കലി ആക്റ്റീവ് ഇൻസുലിൻ. ക്ലിയർ ആണല്ലോ?
ഓക്കെ. സോ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, സോ പ്രൈമറി സ്ട്രക്ചർ ഡിറ്റർമിൻസ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. ഓക്കെ. സോ നമ്മൾ ഒരു സ്പെസിഫിക് പ്രൈമറി സ്ട്രക്ചറുള്ള ഒരു പ്രോട്ടീനെ നമ്മൾ ഒരു സൊല്യൂഷനിലിടുകയാണ്. ഓക്കെ. സോ പ്രോട്ടീൻ വിത്ത് എ സ്പെസിഫിക് പ്രൈമറി സ്ട്രക്ചർ വി ആർ പുട്ട് ഇൻ എ സൊല്യൂഷൻ. What happens is it will automatically reform its natural 3D shape. ഓക്കെ, അതാണ് പ്രൈമറി സ്ട്രക്ചറിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. ഓക്കെ. സോ നമ്മളൊരു സ്പെസിഫിക് പ്രൈമറി സ്ട്രക്ചറുള്ള ഒരു പ്രോട്ടീനെ നമ്മൾ ഒരു സൊല്യൂഷനിലിടുവാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ് നാച്ചുറലി എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ് ഇറ്റ് ഫോംസ് ഇറ്റ്സ് നാച്ചുറൽ 3D ഷേപ്പ് ഇത് ഫോം ചെയ്യും. അതായത് ഏത് സൊല്യൂഷനിലിട്ടാലും അത് പ്രൈമറി സ്ട്രക്ചർ എന്ത് ചെയ്യും, അതിൻ്റെ ഒറിജിനൽ സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരും. ദാറ്റ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി സ്ട്രക്ചർ. അത് വേറെ ഒരു സ്ട്രക്ചറിനുമില്ല, സെക്കൻഡറിക്കില്ല, ടേഴ്സറിക്കില്ല, ക്വാട്ടർണറിക്കില്ല. സോ ദാറ്റ് ഈസ് ദ മെയിൻ കോസ്. ഇറ്റ് മേക്സ് ഇറ്റ് വെരി സ്പെഷ്യൽ. ഓക്കെ, പ്രൈമറി സ്ട്രക്ചറിനെ വളരെയധികം എന്താ പറയുക സ്പെഷ്യലാക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണത്. ഓക്കെ. സോ പ്രോട്ടീൻ വിത്ത് എ സ്പെസിഫിക് പ്രൈമറി സ്ട്രക്ചർ ഇഫ് യു പുട്ട് ഇറ്റ് ഇൻ സൊല്യൂഷൻ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഫോം ഇറ്റ്സ് നാച്ചുറൽ 3D ഷേപ്പ്. ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മുടെ ഹയർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആർ മെയിൻലി ഡിപ്പെൻഡ് ഓൺ ദ അല്ലെങ്കിൽ ദറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദിസ് പ്രൈമറി സ്ട്രക്ചറിന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ദെൻ കമ്മിങ് ടു ദ സെക്കൻഡറി സ്ട്രക്ചർ. ഓക്കെ. സോ പ്രൈമറി സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മൾ പറഞ്ഞു ഡിനോട്ട്സ് ദ ജസ്റ്റ് നമ്പർ ഓഫ് അമിനോ ആസിഡ് ആൻഡ് ഡൈസൾഫൈഡ് ബ്രിഡ്ജസിൻ്റെ പൊസിഷൻ ആൻഡ് ഓർഡർ ഓഫ് അമിനോ ആസിഡ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി സെക്കൻഡറി സ്ട്രക്ചർ പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ കോൺഫിഗറേഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റെസിഡ്യൂസ് 3 to 4 അമിനോ ആസിഡ്സ് എപ്പാർട്ട് ഇൻ എ ലീനിയർ സീക്വൻസ്. സിമ്പിളാണ്. ഒരു ലീനിയർ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഓക്കെ, അല്ലെങ്കിൽ ലീനിയർ സീക്വൻസിലുള്ള ഒരു ചെയിൻ. ഓക്കെ, അതിലുള്ള ഒരു കോൺഫിഗറേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പേഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പെർട്ടിക്കുലർ ആറ്റംസ് അല്ലെങ്കിൽ അതിലുള്ള മോളിക്യൂൾസിനിടയ്ക്കുള്ള ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്, അതാണ് കോൺഫിഗറേഷണൽ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ. സോ ലീനിയർ സീക്വൻസ് അതിൽ പോളിപെപ്റ്റൈഡ് ചെയിനാണ്. സോ ഒരുപാട് അമിനോ ആസിഡ്സ് ഉണ്ടാവും. അതിൽ ഒരു 3 to 4 അമിനോ ആസിഡ്സിന് ഇടയ്ക്കുള്ള എപ്പാർട്ടായിട്ടുള്ള ഒരു റെസിഡ്യൂസിനിടയ്ക്കുള്ള ഒരു സ്പേഷ്യൽ റിലേഷൻഷിപ്പ്, അതാണ് നമ്മുടെ സെക്കൻഡറി സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ഈ സെക്കൻഡറി സ്ട്രക്ചർ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന, ഐ മീൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് ഫോഴ്സസ് വേണം. മെയിൻലി നോൺ കോവാലൻറ്റ് ഫോഴ്സസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടിങ്, അതുപോലെ വാണ്ടർവാൾസ് ഫോഴ്സസ്, ഇങ്ങനെയുള്ള ബോണ്ടിങ് ആണ് മെയിനായിട്ടും നമ്മുടെ സെക്കൻഡറി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡറി സ്ട്രക്ചറിനെ മെയിനായിട്ടും 3 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദറ്റ് ഇസ് വൺ ഈസ് ആൽഫ ഹെലിക്സ്, ദെൻ ബീറ്റ പ്ലേറ്റഡ്, ദെൻ ദ കൊളാജൻ ഹെലിക്സ്. ഓക്കെ. സോ ആൽഫ ഹെലിക്സ് ഡയഗ്രം ഞാൻ കാണിക്കുന്നതാണ്. സോ ആൽഫ ഹെലിക്സ് മെയിനായിട്ടും സ്പൈറൽ ഷേപ്പാണ് അല്ലെങ്കിൽ സ്പൈറൽ സ്ട്രക്ചറാണ്. ഏറ്റവും നമ്മുടെ സെക്കൻഡറി സ്ട്രക്ചറിൽ മോസ്റ്റ് കോമൺ സ്ട്രക്ചർ ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ഈസ് ദ ആൽഫ ഹെലിക്സ്. ദ പോയിന്റ് ടു ബി നോട്ടഡ്. ഓക്കെ. സോ alpha helix is a spiral structure and the most common and the stable structure. ഇനി ആൽഫ ഹെലിക്സ് ആ ഒരു സ്ട്രക്ചർ എക്സിബിറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ആണ് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഓക്കെ, ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ഇനി ആൽഫ ഹെലിക്സ് ഈസ് ആബ്സെൻറ്റ് ഇൻ ദ എൻസൈം ഓഫ് ദ പ്രോട്ടീൻ കൈമോട്രിപ്സിൻ. ഓക്കെ. സോ ആൽഫ ഹെലിക്സ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ആൻഡ് ഏതിലാണ് ആബ്സെൻറ്റ്? കൈമോട്രിപ്സിൻ എൻസൈം ആണ്. ഓക്കെ, ദാറ്റ്സ് എ പ്രോട്ടീൻ because all the enzymes are proteins. Okay. Then alpha helix is stabilized by the hydrogen bonds between the NH and CO. Nothing. Okay. So നമുക്കറിയാം നമ്മുടെ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും ബിറ്റ്വീൻ NH ആൻഡ് CO. സോ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇവിടെ ആൽഫ ഹെലിക്സിൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ട്സ് ആണ്. സോ ആ പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഓരോ ടേണും ഫോം ചെയ്യുന്നത് 3.6 റെസിഡ്യൂസ് ആണ്. ഇതെല്ലാം സ്റ്റഡീഡ് ഡേറ്റയാണ്. ഓക്കെ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഡേറ്റയാണ്. ഓക്കെ. സോ ഓരോ ടേണും ബിക്കോസ് ആ പോളിപെപ്റ്റൈഡ് ചെയിൻ അറേഞ്ച്മെൻറ്റിൽ ഓരോ ടേണും ഫോം ചെയ്യുന്നത് 3.6 റെസിഡ്യൂസ് കൊണ്ടാണ്, അല്ലെങ്കിൽ 3.6 റെസിഡ്യൂസ് ഉണ്ട്. ഓക്കെ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് അമിനോ ആസിഡ് റെസിഡ്യൂ. സോ പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഒരുപാട് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഉണ്ടാവും. അതിൽ ഓരോ അമിനോ ആസിഡ് റെസിഡ്യൂസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ 1.5 ആങ്സ്ട്രം ആണ്. ഓക്കെ. സോ ബിക്കോസ് ഒരു അമിനോ ആസിഡ് കഴിഞ്ഞ് അടുത്ത അമിനോ ആസിഡ്, സോ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ബിറ്റ്വീൻ NH ആൻഡ് CO. ഓക്കെ. സോ ആ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ 1.5 ആങ്സ്ട്രം ബിറ്റ്വീൻ ഈച്ച് അമിനോ ആസിഡ് റെസിഡ്യൂ. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു ആൽഫ ഹെലിക്സ് സ്പൈറൽ ആണ്. സോ യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓവർ ഹിയർ.
സോ സ്പൈറൽ ആണ്. ജസ്റ്റ് ഹെലിക്സിൻ്റെ ആക്സിസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓരോ ടേൺ കണ്ടല്ലോ. So each turn formed by 3.6 residues and distance between each amino acid residue is 1.5 angstrom. Okay, ഇനി നമ്മൾ പറഞ്ഞു ആൽഫ ഹെലിക്സ് ആണ് മോസ്റ്റ് കോമൺ സ്റ്റേബിൾ എന്നെല്ലാം പറഞ്ഞു. സോ ഇത് റൈറ്റ് ഹാൻഡഡ് ആണ്. ഓക്കെ, ബിക്കോസ് ലെഫ്റ്റ് ഹാൻഡഡ് വളരെ കുറവാണ്. അതിന് ഒരു റൈറ്റ് ഹാൻഡഡ് കോമൺ ആവാൻ കാരണമുണ്ട്. നമ്മളെ പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു അമിനോ ആസിഡ്സ്, പിന്നെ നമ്മുടെ പ്രോട്ടീൻസിൽ നാച്ചുറലി ഒക്കറിങ് പ്രോട്ടീൻസിൽ മെയിൻലി അമിനോ ആസിഡ്സ് എൽ വെറൈറ്റി ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡഡ് വളരെ റെയർ ആയിരിക്കും. മോസ്റ്റ് കോമൺ ഈസ് റൈറ്റ് ഹാൻഡഡ്. ഓക്കെ, ഇനി നമ്മുടെ പ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സി പ്രോലിൻ. ഓക്കെ, പ്രോലിൻ നമുക്കറിയാം ദാറ്റ്സ് ഇമ്യൂണോ ആസിഡ്. ഓക്കെ, സോ പ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സി പ്രോലിൻ വിൽ നോട്ട് അലൗ ദ ഫോർമേഷൻ. ആൽഫ ഹെലിക്സ് ഫോം ചെയ്യുന്നില്ല. സോ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് എക്സാമ്പിൾസ് പറഞ്ഞത്. ആൽഫ ഹെലിക്സിന് ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, ദേ വിൽ ഫോം ആൽഫ ഹെലിക്സ് മോസ്റ്റ് കോമൺലി, ആൻഡ് കൈമോട്രിപ്സിൻ ദാറ്റ് വിൽ നോട്ട് ഫോം ആൽഫ ഹെലിക്സ്. So ഇവിടെ proline and hydroxyproline are the amino acid that will not allow the formation of alpha helix. Okay, so alpha helix എന്ന സ്ട്രക്ചർ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്ങിന് ലിനസ് പോളിംഗ് he got Nobel Prize in 1954 with Cowrie. Okay, Linus Pauling and Cowrie. Linus പോളിങ്ങിൻ്റെ പേരിലാണ് നോബൽ പ്രൈസ് വന്നത് 1954ലാണ്. ഓക്കെ, സോ നമ്മൾ ആൽഫ ഹെലിക്സ് പറഞ്ഞു. സോ നെക്സ്റ്റ് ഈസ് ബീറ്റ പ്ലീറ്റഡ്. ഓക്കെ, സോ ബീറ്റ പ്ലീറ്റഡ്. സോ നമ്മൾ ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, സ്പൈറലാണ്, അതിൽ നമ്മൾ എന്താ പറയുക റൈറ്റ് ഹാൻഡഡ് ആണെന്നെല്ലാം പറഞ്ഞു. നമ്മളതിൻ്റെ ഓരോ റെസിഡ്യൂസിനിടയ്ക്കുള്ള ലെങ്ത്ത് പറഞ്ഞു, അമിനോ ആസിഡിൻ്റെ അതിൻ്റെ ടേണിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ബീറ്റ പ്ലീറ്റഡ്. ബീറ്റ പ്ലീറ്റഡ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫുള്ളി എക്സ്റ്റെൻഡഡ് ഷീറ്റ്. ഓക്കെ, നമ്മൾ ഒരു സപ്പോസ് നമ്മളൊരു ഷീറ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുക, ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത ഒരു ഷീറ്റ്. ഓക്കെ, ഇനി ആ ഒരു ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത ഷീറ്റിൽ നമ്മൾ അമിനോ ആസിഡ്സിനെ ജസ്റ്റ് ഇങ്ങനെ പോളിപെപ്റ്റൈഡ് ചെയിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് അമിനോ ആസിഡ് ഈസ് 3.5 ആങ്സ്ട്രോം. നേരത്തെ അവിടെ എത്രയായിരുന്നു? 1.5 ആങ്സ്ട്രോം ആയിരുന്നു. സോ ഇത് ഫുള്ളി എക്സ്റ്റെൻഡഡ് ഫോമാണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ adjacent amino acid is 3.5 angstrom. Okay, and beta pleated structure is mainly stabilized by the hydrogen bonds. Okay, same hydrogen bonds. ഇനി ഈ എക്സ്റ്റെൻഡഡ് ഷീറ്റ്സ് പറഞ്ഞാൽ ദേ മേ ബി പാരലൽ ഓർ ആൻറ്റി പാരലൽ ഓർ സംടൈംസ് ഇറ്റ് വിൽ ബി ബോത്ത് പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ. ഓക്കെ, സോ ഈ എക്സ്റ്റെൻഡഡ് ഷീറ്റ് ചിലപ്പോൾ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൻറ്റി പാരലൽ ആയിരിക്കും. ചില കേസിൽ പാരലലും ഉണ്ടാവും ആൻറ്റി പാരലും, അതിൻ്റെ ഒരു രണ്ടും കൂടി കോമ്പിനേഷൻ ആയിരിക്കും. സോ പാരലലിന് എക്സാമ്പിളാണ് ഫ്ലാവോഡോക്സിൻ. ഓക്കെ, ഫ്ലാവോഡോക്സിനാണ് പാരലൽ ഷീറ്റ്സിന് എക്സാമ്പിൾ. ആൻഡ് ആൻറ്റി പാരലിന് എക്സാമ്പിളാണ് പ്രോട്ടീൻസ് ലൈക്ക് സിൽക്ക് ഫൈബ്രോയിൻ. ഇനി പാരലലും ആൻറ്റി പാരലും ഉണ്ടെങ്കിൽ അതിന് എക്സാമ്പിളാണ് കാർബോണിക് ആൻഹൈഡ്രേസ്. ക്ലിയർ ആണല്ലോ? സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എക്സ്റ്റെൻഡഡ് ഷീറ്റ്സ് ഓർ ദ ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്കറിയാം ബിറ്റ്വീൻ ദ അമിനോ ആസിഡ് ഈസ് 3.5 ആങ്സ്ട്രം. ആൽഫ ഹെലിക്സ് ദാറ്റ് വാസ് 1.5 ആങ്സ്ട്രം, സ്റ്റെബിലൈസ്ഡ് ബൈ ബോത്ത് ഹൈഡ്രജൻ ബോണ്ട്സ് തന്നെ. പക്ഷേ ഇവിടെ ഈ ബീറ്റ പ്ലീറ്റഡ് ഓർ എക്സ്റ്റെൻഡഡ് ഷീറ്റ്സ് പറഞ്ഞാൽ ദേ മേ ബി പാരലൽ ഇൻ ഫ്ലാവോഡോക്സിൻ പ്രോട്ടീൻ ആൻഡ് ആൻറ്റി പാരലൽ ഇൻ സിൽക്ക് ഫൈബ്രോയിൻ പ്രോട്ടീൻ ആൻഡ് ബോത്ത് വി ക്യാൻ സീൻ ഇൻ കാർബോണിക് ആൻഹൈഡ്രേസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ബീറ്റ ബെൻസ് എന്നൊരു ഫോം ഉണ്ട്. ഓക്കെ, അത് പറഞ്ഞാൽ നമ്മുടെ പോളിപെപ്റ്റൈഡ് ചെയിൻ തന്നെ, ആ ചെയിൻ എന്ത് ചെയ്യും? ഒരു യു ടേൺ അടിക്കും. ഓക്കെ, സോ യു ടേൺ ഫോൾഡിങ്, ആ ചെയിൻ തന്നെ ഒരു യു ഷേപ്പിൽ ഫോൾഡ് ചെയ്യും. ഇത് മെയിനായിട്ടും സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇൻട്രാ ചെയിൻ ഡൈസൾഫൈഡ് ബ്രിഡ്ജസ്, അതിനുള്ളിൽ തന്നെയുള്ള ഡൈസൾഫൈഡ് ബ്രിഡ്ജസ് ആണ് ഈ ബീറ്റ ബെൻസിനെ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സംടൈംസ് ഈ നമ്മുടെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് ഇറ്റ് വിൽ ഫോം സിലിണ്ടേഴ്സ്. സിലിണ്ടറിൻ്റെ ഷേപ്പ് ആലോചിക്കുക, അല്ലെങ്കിൽ ബാരൽ ഫോം ചെയ്യും. അതായത് ബീറ്റ ഷീറ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഒരു ബീറ്റ സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ബീറ്റ ബാരൽ ഫോം ചെയ്യും. ഓക്കെ, ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്. സോ ബീറ്റ ബെൻസ് പറഞ്ഞാൽ എന്താണ്? യു ടേൺ ആണ്. ഓക്കെ, ഇനി ബാരൽസ് എന്ന് പറഞ്ഞാൽ അത് ട്വിസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് കൊളാജൻ ഹെലിക്സ്. ഓക്കെ, സോ കൊളാജൻ ഹെലിക്സ് അല്ലെങ്കിൽ കൊളാജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മേജർ സ്ട്രക്ചറൽ പ്രോട്ടീൻ ഇൻ ദ കണക്റ്റീവ് ടിഷ്യൂ ഓർ ദ നമ്മൾ സിംപ്ലി പറഞ്ഞാൽ എന്താ കണക്റ്റീവ് ടിഷ്യൂ പ്രോട്ടീൻ, ദാറ്റ് ഇസ് എ കൊളാജൻ ആൻഡ് ഇറ്റ് ഈസ് എ മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീൻ ഇൻ അവർ ബോഡി. സോ നമ്മളെ ബോഡിയിലുള്ള മോസ്റ്റ് അബണ്ടൻറ്റ് പ്രോട്ടീനാണ് ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ പ്രോട്ടീൻ.
ഓക്കെ. സോ നമ്മളെ ബോഡിയിൽ ടോട്ടൽ പ്രോട്ടീൻ വെയ്റ്റിൻ്റെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 30% അല്ലെങ്കിൽ 25 to 30, ഓൾമോസ്റ്റ് ഒരു 25 to 30% ഈസ് കൊളാജൻ. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് എ മേജർ ഫൈബ്രസ് എലമെൻറ്റ് ഓഫ് ടിഷ്യൂസ് ലൈക്ക് ബോൺ, ടീത്ത്, ടെൻഡൻസ്, കാർട്ടിലേജ്. എവിടെയൊക്കെ എന്താ കൊളാജൻ അല്ലെങ്കിൽ കൊളാജിനസ് ടിഷ്യൂസാണ്. ഓക്കെ. ബോണിലുണ്ട്, അതാണ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പറഞ്ഞു. ടീത്ത്, ടെൻഡൻസ്, കാർട്ടിലേജ്, ബ്ലഡ്. ഓക്കെ. സോ ബ്ലഡ് നമുക്കറിയാം കണക്റ്റീവ് ടിഷ്യൂ ആണെന്നറിയാമല്ലോ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊളാജൻ്റെ സ്ട്രക്ചർ. ഓക്കെ. സോ നമുക്കറിയാം ഏതൊരു മോളിക്യൂളും ഒരു പ്രിക്കസർ കോമ്പൗണ്ടാണ്. പ്രിക്കസർ മീൻസ് വാട്ട്, ഫ്രം വിച്ച് ഇറ്റ് ഹാസ് ടു ബി ഫോംഡ്. ഏതിൽ നിന്നാണോ ഫോം ചെയ്യുന്നത് അതിനെ നമ്മൾ പ്രിക്കസർ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ കൊളാജന് ഒരു പ്രിക്കസർ മോളിക്യൂൾ ഉണ്ട്, ദാറ്റ് ഇസ് എ ട്രോപ്പോ കൊളാജൻ. ഓക്കെ. സോ ഞാനിത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, കാരണം നമുക്കിത് എവിടുന്നും അതായത് ഈ കൊളാജനെ കുറിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏത് രീതി ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. സോ ആ രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. ദ ട്രോപ്പോ കൊളാജൻ ദറ്റ് ഹാസ് എ മോളിക്കുലർ വെയ്റ്റ് ഓഫ് 285 kilodalton. ഓക്കെ. സോ മേഡപ്പ് ഓഫ് 3 polypeptide chain. സോ ട്രോപ്പോ കൊളാജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് 3 polypeptide chain ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ അമിനോ ആസിഡ് വേരിയേഷൻസ്. ഓക്കെ. ഏതൊക്കെ അമിനോ ആസിഡ് ആണ് ഇതിലുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 19 ടൈപ്സ് ഓഫ് കൊളാജൻസ് ഉണ്ട്. സോ നമുക്കതിൽ ഇമ്പോർട്ടൻറ്റ് കൊളാജൻ ടൈപ്സ് നമുക്ക് നോക്കാം. സോ ടൈപ്പ് 1. ഓക്കെ. സോ ടൈപ്പ് 1 ആണ് മോസ്റ്റ് അബണ്ടൻറ്റ് ഫോം. ഓക്കെ. സോ ടൈപ്പ് 1 നമ്മൾ മെയിനായിട്ട് ടൈപ്പ് 3 വരെ പറയുന്നത്, അതാണ് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയത്. So type 1 is the most abundant form that is seen in connective tissues in almost all regions, because എവിടെയൊക്കെയാണ് connective tissue ഉള്ളത് അവിടെയൊക്കെ കൊളാജൻ ഉണ്ട്. That is the type 1 collagen. That is the most common and most abundant form. Okay. In type 2. Type 2 is mainly seen in cartilage and vitreous humor. Vitreous humor എവിടെയാണ്? നമ്മുടെ ഐയിൽ. ഓക്കെ. സോ കാർട്ടിലേജിലും വിട്രിയസ് ഹ്യൂമറിലും സ്പെസിഫിക് ആയിട്ട് കാണുന്ന കൊളാജൻ ടൈപ്പാണ് ടൈപ്പ് 2. ഇനി ടൈപ്പ് 3 ഈസ് സീൻ ഇൻ സ്കിൻ, ലങ്സ് ആൻഡ് വാസ്കുലർ ടിഷ്യൂസ്. അതായത് നമ്മുടെ സ്കിൻ, അതുപോലെ ലങ്സിൽ, റെസ്പിറേറ്ററി സിസ്റ്റം, ദെൻ വാസ്കുലർ ടിഷ്യൂസ്. വാസ്കുലർ മീൻസ് ബ്ലഡ് ടിഷ്യൂസിൽ. ഓക്കെ. അതാണ് നമ്മുടെ ടൈപ്പ് 3. ടൈപ്പ് 4 ഈസ് സീൻ ഇൻ ദ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇതാണ് എന്താ പറയുക 19 വെറൈറ്റീസ് ഉണ്ട്, പക്ഷെ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ. ഇനി ഈ കൊളാജനിലുള്ള നമ്മൾ കൊളാജൻ അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ. അമിനോ ആസിഡ്സിൻ്റെ ഒരു കോംപ്ലെക്സ് ആണ് നമുക്കറിയാം. ഓക്കെ. സോ അതിൽ 33% ഓഫ് ദ അമിനോ ആസിഡ്സ് ഈസ് ഗ്ലൈസിൻ. ഓക്കെ. സോ ഇപ്പോൾ 100% ഉണ്ടെങ്കിൽ അതിൽ 33% എന്തായിരിക്കും? ഗ്ലൈസിൻ ആയിരിക്കും. ഇതിൽ കൊളാജനിൽ. ഓക്കെ. സോ 33%, 100ൽ 33% ഗ്ലൈസിൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എവറി തേർഡ് റെസിഡ്യൂ വിൽ ബി ഗ്ലൈസിൻ. ഓക്കെ. ഓക്കെ. സോ എവറി തേർഡ് റെസിഡ്യൂ വിൽ ബി ദ ഗ്ലൈസിൻ. ഓക്കെ. സോ ദ റെപ്പറ്റേറ്റീവ് അമിനോ ആസിഡ്സ് പറയുമ്പോൾ എക്സ് ആൻഡ് വൈ. സപ്പോസ് യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓവർ ഹിയർ. യു ക്യാൻ സീ the amino acid sequence, glycine, then XY, then the third residue will be glycine, then XY means another amino acid, repetitive amino acids. So X and Y അത് അതർ അമിനോ ആസിഡ്സ് ആവും. പക്ഷേ മോസ്റ്റ് കോമൺലി കാണുന്ന അമിനോ ആസിഡ്സ് ആരൊക്കെയാണ്? പ്രോലിൻ ആൻഡ് ഹൈഡ്രോക്സി പ്രോലിൻ. എക്സ് ആൻഡ് വൈ, പ്രോലിൻ ഓർ ഹൈഡ്രോക്സി പ്രോലിൻ, ഏത് വേണമെങ്കിലും വരാം. ഓക്കെ. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വരും. പക്ഷേ തേർഡ് റെസിഡ്യൂ വിൽ ബി ഗ്ലൈസിൻ ആൻഡ് 33% ഓഫ് ദ അമിനോ ആസിഡ് കണ്ടൻറ്റ് ഇൻ ദ അമിനോ ആസിഡ് കണ്ടൻറ്റ് ഇൻ കൊളാജൻ ഈസ് ഗ്ലൈസിൻ. 33% എന്തായിരിക്കും? ഗ്ലൈസിൻ ആയിരിക്കും. ഓക്കെ. ഇനി കൊളാജൻ സിന്തസിസ്. ഓക്കെ. സോ കൊളാജൻ സിന്തസിസ് ചെയ്യുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസിലാണ്, അതുപോലെ തന്നെ ഇൻട്രാ സെല്ലുലാർലിയാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രിക്കസർ മോളിക്യൂൾ, സോ അതിനെ നമ്മൾ പ്രോ കൊളാജൻ എന്ന് പറയും, ബിക്കോസ് ഇതിന് ഇനാക്ടിവേറ്റ് ഫോമാണ്. അതിൻ്റെ മോളിക്കുലർ വെയ്റ്റ് ഈസ് 360 kilodalton. സോ ഈ ഒരു പ്രോ കൊളാജന് കൊളാജൻ സിന്തസിസ് നടത്തും, എന്നിട്ടത് ദാറ്റ് വിൽ ബി സെക്രീറ്റഡ്. ഓക്കെ. ഇനി നമ്മൾ ഇൻട്രാ സെല്ലുലറി പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അത് സെക്രീറ്റ് ചെയ്യും. സോ വെൻ ഇറ്റ് ബിക്കംസ് എക്സ്ട്രാ സെല്ലുലാർ ആകുമ്പോൾ എക്സ്ട്രാ സെല്ലുലർ പ്രോകൊളാജൻ ദാറ്റ് ഇസ് ക്ലീവ്ഡ് ബൈ സ്പെസിഫിക് പെപ്റ്റിഡേസസ്. സോ പ്രോട്ടീൻസ് ആണ്. സോ പ്രോട്ടീൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലീവ് ചെയ്യുന്ന എൻസൈം എന്താണ്? സ്പെസിഫിക് പെപ്റ്റിഡേസസ് ആണ്. സോ ഈ പ്രോകൊളാജൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഗെറ്റ്സ് ക്ലീവ്ഡ് ബൈ എ പെപ്റ്റിഡേസസ് അല്ലെങ്കിൽ ബൈ സ്പെസിഫിക് പെപ്റ്റിഡേസസ് ടു ഫോം വാട്ട്? ട്രോപ്പോ കൊളാജൻ. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനാണ്. സോ നമ്മൾ ട്രാൻസ്ലേഷനെല്ലാം പഠിച്ച ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ. സോ നമ്മൾ മോളിക്കുലർ ബയോളജി പോർഷൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കും. സോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ.
So what is the need of post translational modification? Okay, so translation എന്ന പ്രോസസ്സ് വഴി mRNA ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ, സോ പ്രോട്ടീൻ ആവുന്നു. പക്ഷേ ഒരിക്കലും നമുക്കൊരു ഫങ്ഷണൽ പ്രോട്ടീൻ അല്ല കിട്ടുന്നത്. സോ വി ഹാവ് ടു മേക്ക് ഇറ്റ് ഫങ്ഷണൽ. സോ നമ്മളല്ല ചെയ്യേണ്ടത്. സോ നമ്മൾ ബോഡി തന്നെ അതിനുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് നടത്തും. അതിനുള്ള എന്താ പറയുക, പ്രോട്ടീൻ എന്താ പറയുക, ടാർഗറ്റിങ് ഡിഫറെൻറ്റ് സൈറ്റിലേക്ക്, അതായത് സ്ഥലത്തിലേക്ക് സിഗ്നൽസ് വഴി എത്തിച്ചു കൊടുക്കുക. എവിടേക്കാണ് എത്തേണ്ടത്, എവിടെയാണ് ഇത് ഫോം ചെയ്യേണ്ടത്, എവിടെയാണ് സെക്രീറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് സിന്തസിസ് ചെയ്യേണ്ടത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. സോ ഇവിടെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ പറയുന്നത് ട്രാൻസ്ലേഷൻ വഴി ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ സോ ഇറ്റ് ഹാസ് ടു ബിക്കം ഫങ്ഷണൽ പ്രോട്ടീൻ. സോ അതിന് വേണ്ടിയുള്ള മോഡിഫിക്കേഷനാണ് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. സോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ റിയാക്ഷൻസ് ഈസ് ഹൈഡ്രോക്സിലേഷൻ. Okay, so hydroxylation of proline and lysine. Okay, so hydroxylation of proline and lysine residues in the case of collagen, that's a post translational modification that intracellularly occurs. Okay, so intracellular നടക്കുന്ന ഒരു post translation modification ആണ് hydroxylation of proline and lysine residues in case of collagen, residues of collagen. Okay, സോ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് എൻസൈംസ് ആണ്, പ്രോലൈൽ ഹൈഡ്രോക്സിലേസ് ആൻഡ് ലൈസൈൽ ഹൈഡ്രോക്സിലേസ്, ബിക്കോസ് ദ റിയാക്ഷൻ ഈസ് ഹൈഡ്രോക്സിലേഷൻ. സോ ദ ഹൈഡ്രോക്സിലേഷൻ ഓഫ് പ്രോലിൻ ആൻഡ് ലൈസിൻ, സോ ദ എൻസൈംസ് വിൽ ബി ഓഫ് കോഴ്സ് പ്രോലൈൽ ഹൈഡ്രോക്സിലേസ് ആൻഡ് ലൈസൈൽ ഹൈഡ്രോക്സിലേസ്. ഓക്കെ, സോ രണ്ടും ഡയോക്സിജനൈസസ് ആണ്, മോളിക്കുലർ ഓക്സിജൻ വേണം. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ഫെറസ് അയൺ. ഓക്കെ, ഫെറസ് പറഞ്ഞാൽ Fe2+. ഓക്കെ, Fe2+ ഫോമിലാണ് അയൺ, ഇറ്റ്സ് ആക്റ്റീവ് സൈറ്റ് ആൻഡ് ഇറ്റ് റിക്വയർസ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. ദാറ്റ് ഈസ് Fe2+ലാണ് ഈ ഒരു ആക്റ്റീവ് ഫോമിൽ ആക്റ്റീവ് സൈറ്റിൽ നമ്മുടെ എൻസൈമിൽ അയൺ ഇരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇതിനൊരു റെഡ്യൂസിങ് ഏജൻറ്റ് വേണം, ദാറ്റ് ഇസ് എ വൈറ്റമിൻ സി ഓർ ദ അസ്കോർബിക് ആസിഡ് ടു പ്രിസർവ് ദ അയൺ ഇൻ ദ റെഡ്യൂസ്ഡ് ഫെറസ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഇതിൻ്റെ എന്താ പറയുക, ഫെറസ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അസ്കോർബിക് ആസിഡ് ഓർ വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ ഹൈഡ്രോക്സിലേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ സൈറ്റ് സ്പെസിഫിക് ആണ്. ഓക്കെ, അതായത് പ്രോലിനും ലൈസിനും ആണ് ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നത്. അതിൽ പ്രോലിൻ ഹൈഡ്രോക്സിലേറ്റ് ചെയ്യുന്ന പൊസിഷൻ 4 ആണ്, അതുപോലെ ലൈസിൻ ഇൻ കേസ് ഓഫ് 5. ഓക്കെ, സോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ കഴിഞ്ഞു. അത് നെക്സ്റ്റ് പറഞ്ഞാൽ ഗ്ലൈക്കോസിലേഷൻ ഓഫ് പ്രോകൊളാജൻ. ഓക്കെ, സോ നമ്മൾ ഹൈഡ്രോക്സിലേറ്റ് ചെയ്ത പോളിപെപ്റ്റൈഡ്സ് എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇറ്റ് ഗെറ്റ്സ് ഗ്ലൈക്കോസിലേറ്റഡ്. ഓക്കെ, സോ ഗ്ലൈക്കോസിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസുമായി റിലേറ്റ് ചെയ്ത റെസിഡ്യൂസ് ആണ് ആഡ് ചെയ്യുക. ഓക്കെ, സോ ദ കോമൺ കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ് വി ആർ ആഡിങ് ഈസ് ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഓക്കെ, സോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? സീക്വൻഷ്യലി ആഡ് ചെയ്യുക. നമ്മൾ ഏതിൻ്റെ പ്രസൻസിലാണ്? ഗാലക്ടോസൈൽ ആൻഡ് ഗ്ലൂക്കോസൈൽ ട്രാൻസ്ഫറേസസിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്ലൈക്കോസിലേഷൻ ഓഫ് പ്രോകൊളാജനിൽ നമ്മൾ കോമൺ ആയിട്ടും ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് റെസിഡ്യൂസ് ബൈ ഗ്ലൂക്കോസൈൽ ആൻഡ് ഗാലക്ടോസൈൽ ട്രാൻസ്ഫറേസസ്. ഓക്കെ, ഇനി മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈഡ്രോക്സി പ്രോലിനും ഉണ്ട്, ഹൈഡ്രോക്സി ലൈസിൻ എന്ന് പറഞ്ഞു. പക്ഷേ ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നത് ഒൺലി ഇൻ ഹൈഡ്രോക്സി ലൈസിൻ റെസിഡ്യൂസ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഓക്കെ, സോ കൊളാജനിൽ ഗ്ലൈക്കോസിലേഷൻ ഒക്കേഴ്സ് ഓൺലി ഇൻ ദ ഹൈഡ്രോക്സി ലൈസിൻ റെസിഡ്യൂസ്. ഓക്കെ, സോ നമ്മൾ ഇനി ഗ്ലൈക്കോസിലേഷൻ നടക്കുന്ന എക്സ്റ്റെൻറ്റ് എത്രത്തോളം നടക്കും എന്നുള്ളത്, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഓർ ദ എക്സ്റ്റെൻറ്റ് പറഞ്ഞാൽ വേരിയസ് സൈറ്റ്സിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് Tropocollagen in tendons has only 6 carbohydrate residues, whereas in the lens capsule there are about 1 ton units. Okay, means glycosylation units ആണ് മെയിനായിട്ടും. ട്രോപ്പോകൊളാജൻ ടെൻഡൻസിലാണെങ്കിൽ ഒരു 6 കാർബോഹൈഡ്രേറ്റ് റെസിഡ്യൂസ് മതി. പക്ഷേ നമ്മുടെ ഐ ലെൻസിൻ്റെ ക്യാപ്സ്യൂളിലൊക്കെ അതൊരു 1 ton യൂണിറ്റ്സ് എല്ലാം വേണം. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. സോ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഗ്ലൈക്കോസിലേഷൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ വേരിയസ് ടിഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മച്ചുറേഷൻ ഓഫ് കൊളാജൻ. സോ മെയിൻലി എക്സ്ട്രാ സെല്ലുലാർ മച്ചുറേഷൻ ആണ്. സോ നമ്മൾ പറഞ്ഞു ഫൈബ്രോബ്ലാസ്റ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുക കൊളാജൻ സിന്തസിസ് നടക്കുന്നു. സോ പോളിപെപ്റ്റൈഡ് സിന്തസിസ് നടത്തുന്നു. അതുപോലെ പ്രോലിൻ ലൈസിൻ റെസിഡ്യൂസ് ഹൈഡ്രോക്സിലേഷൻ, ദാറ്റ് ഈസ് എ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ. Hydroxylation of proline and lysine. Then after hydroxylation is the glycosylation. So glycosylation of only lysine residues. Then the procollagen molecules are secreted. Okay, secreted out. Okay, that is extracellularly. It will reach extracellularly. So outside the cell, what happens? The procollagen is cleaved by a specific enzyme. So fibroblast specific peptidases. ഓക്കെ, പെപ്റ്റിഡൈസസ് എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ നമ്മുടെ പ്രോക്കൊലാജൻ എന്ത് ചെയ്യും? എക്സ്ട്രാ സെല്ലുലാർലി ക്ലീവ് ചെയ്യും.
Okay, so about 150 amino acids in the N-terminal area and 300 amino acids in the C-terminal area have cleaved off. അതായത് നമുക്കറിയാം എന്താ പറയുക പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് ഓക്കെ പ്രോക്കൊലാജൻ എന്ന് പറഞ്ഞാൽ. സോ അതിന് സ്പെസിഫിക് പെപ്റ്റിഡൈസസ് വന്നിട്ട് ക്ലീവ് ചെയ്യും. സോ N-terminalലും C-terminalലും ക്ലീവേജ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ N-terminal ഏരിയയിൽ ആൾമോസ്റ്റ് ഒരു 150 അമിനോ ആസിഡ്സും അതുപോലെ C-terminal ഏരിയയിൽ 300 അമിനോ ആസിഡ്സ് ആണ് ക്ലീവ് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, then what happens is the tropocollagen molecules are assembled into collagen. Okay, so ഈ ഒരു സ്പ്ലിറ്റിംഗ് ക്ലീവേജ് നടത്തിയിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യും, ചെയിനിൽ ജോയിൻ ചെയ്യും. then these tropocollagen molecules എന്താണ് കൂടി അസംബിൾ ചെയ്തിട്ട് കൊളാജൻ ആവും. ഓക്കെ, സോ ഈ അസംബ്ലി കഴിഞ്ഞ ശേഷം ഫൈനലി ആണ് നമ്മുടെ ക്രോസ് ലിങ്കേജ് അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ് ഫോം ചെയ്യുക. കൊവാലന്റ് ക്രോസ് ലിങ്ക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ബേസിക് മെച്ചുറേഷൻ പാറ്റേൺ. സോ പോളിപെപ്റ്റൈഡ് സിന്തസിസ് നടത്തുന്നു, ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നു, ഗ്ലൈക്കോസിലേഷൻ നടക്കുന്നു, സെക്രീഷൻ, ദെൻ വാട്ട് ഹാപ്പൻസ് ദ ക്ലീവേജ് ബൈ സ്പെസിഫിക് പെപ്റ്റിഡൈസസ്. ദെൻ N-terminal C-terminal ക്ലീവേജ് നമ്മൾ പറഞ്ഞു 150 അമിനോ ആസിഡ്സ് ഇൻ ദ N-terminal ആൻഡ് 300 അമിനോ ആസിഡ്സ് ഇൻ ദ C-terminal ഏരിയ ക്ലീവ് ഓഫ്. ഓക്കെ, ക്ലീവ് ഓഫ് ചെയ്യുന്നു. ദെൻ tropocollagen molecules are assembled into proper collagen. then the collagen cross links are formed. ഫൈനലി ആണ് collagen cross links എല്ലാം ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു സ്പെസിഫിക് ഫൈബ്രോബ്ലാസ്റ്റ് സ്പെസിഫിക് പെപ്റ്റിഡൈസസിൻ്റെ ഡെഫിഷ്യൻസി ദാറ്റ് ലീഡ്സ് ടു എ കണ്ടീഷൻ നോൺ ഇസ് ഡെർമറ്റോപ്രാക്സിസ്. ഓക്കെ, സോ ഡെർമറ്റോപ്രാക്സിസ് പറഞ്ഞാൽ ആ പേര് തന്നെ ഡെർമറ്റോ മീൻസ് റിലേറ്റഡ് ടു സ്കിൻ. ഓക്കെ, അതായത് സ്കിൻ ഈസ് പ്രോൺ ടു ബി ടോൺ ഈസിലി. സ്കിൻ വളരെ സെൻസിറ്റീവായിട്ട് അത് പെട്ടെന്ന് തന്നെ ടോണായി പോകും, കീറിപ്പോകുന്ന പോലെ അല്ലെങ്കിൽ ബ്രേക്കായി പോകുന്ന ഒരു കണ്ടീഷൻ വരും. അതാണ് ഡെർമറ്റോപ്രാക്സിസ്. ഓക്കെ, ഇനി ട്രിപ്പിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് സ്ട്രക്ചർ. സോ കൊളാജൻ നമുക്കറിയാം ഇറ്റ് ഇസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്. സോ അതൊരു ഹെലിക്കൽ കൺഫോർമേഷൻ, അതായത് ഈച്ച് അതർ വൈൻഡ് ചെയ്തിട്ടുള്ളൊരു ഫോമാണ്. ഓക്കെ, ആൻഡ് ദ റിസൾട്ടിങ് സൂപ്പർ ഹെലിക്കൽ കേബിൾ ദാറ്റ് ഈസ് എ മെയ്ഡ് ഇൻ എ മാനർ ദാറ്റ് 3.3 അമിനോ ആസിഡ് റെസിഡ്യൂസ് മേക്ക് 1 ടേൺ ആൻഡ് ഈച്ച് ടേൺ ഈസ് സെപ്പറേറ്റഡ് ബൈ 2.9 ആങ്സ്ട്രോം. ഇതൊന്നുമില്ല, കൊളാജൻ പറഞ്ഞാൽ ഒരു റോഡ് ഷേപ്പിലുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഈച്ച് അതർ വൈൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കൊളാജൻ്റെ സ്ട്രക്ചർ. സോ കൊളാജൻ നമ്മൾ ഗ്ലൈസിൻ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞല്ലോ, ഗ്ലൈസിൻ XY എന്ന് പറഞ്ഞാൽ. സോ അതിൽ ഞാൻ കൊളാജൻ്റെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഒരു ഹെലിക്കൽ കൺഫർമേഷനിൽ വൈൻഡ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇത് പറഞ്ഞാൽ ഈ 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഒരു സൂപ്പർ ഹെലിക്കൽ കേബിളായിട്ടാണ് എന്താ പറയുക ഇതൊരു വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 1 ടേൺ എന്ന് പറഞ്ഞാൽ 3.3 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് 1 ടേണിൽ ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഈച്ച് ടേൺ ഈ സെപ്പറേറ്റ് ബൈ ഓരോ ടേണിലുള്ള അമിനോ ആസിഡ്സിന്, അതായത് 3.3 അമിനോ ആസിഡ് ആണ് പെർ ടേൺ ഒരു ടേണിൽ, ആൻഡ് ഈച്ച് ടേൺ സെപ്പറേറ്റഡ് ബൈ 2.9 ആങ്സ്ട്രോം. ഓക്കെ, പിന്നെയുള്ള ഈ 3 സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ, പോളിപെപ്റ്റൈഡ് ചെയിൻസ് അല്ലെങ്കിൽ 3 സ്ട്രാൻഡ്സ് ഉണ്ട്. അത് ഈച്ച് അതർ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് ബോണ്ടഡ് ആണ്. സോ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇവരെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദ 3 സ്ട്രാൻഡ്സ് ആർ ഹൈഡ്രജൻ ബോണ്ടഡ് ടു ഈച്ച് അതർ. ഓക്കെ, ഗ്ലൈസിൻ ബിക്കോസ് ഓഫ് ഇറ്റ് സ്മോൾ സൈസ് ഇറ്റ് ക്യാൻ ഫിറ്റ് ഇൻ ടു ദ ക്രൗഡഡ് ഇൻറ്റീരിയർ ഓഫ് ദ കൊളാജൻ. സോ കൊളാജൻ എപ്പോഴും ഒരു ട്രിപ്പിൾ ഹെലിക്സ് ആണ്. ബിക്കോസ് 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് വൈൻഡ് ചെയ്തിട്ട് ഒരു ട്രിപ്പിൾ ഹെലിക്സ് ആണെന്ന് പറയാം. കൊളാജൻ ഹെലിക്സ് അല്ലെങ്കിൽ കൊളാജൻ ട്രിപ്പിൾ ഹെലിക്സ് എന്നാണ് പറയാം. സോ നമുക്കറിയാം ഈ 3 സ്ട്രാൻഡ്സും ഹൈഡ്രജൻ ബോണ്ടഡ് ആണ് ഈച്ച് അതർ. ആൻഡ് ഗ്ലൈസിൻ ഇതിൻ്റെ സ്മോൾ സൈസാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ കൊളാജൻ ട്രിപ്പിൾ ഹെലിക്സിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കും ഗ്ലൈസിൻ. ഓക്കെ, എന്നിട്ട് ഈ ഗ്ലൈസിൻ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഈ ട്രിപ്പിൾ ഹെലിക്സിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അത് ഒരു ഗ്രൂവ് പോലെ ഉണ്ടാക്കും. ഗ്ലൈസിൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഷാലോ, അത് ഒരുപാട് ഡീപ്പല്ലാത്ത ഒരു ഗ്രൂവ് പോലെ ഉണ്ടാക്കും. ആ ഗ്രൂവിലേക്കാണ് ഈ ബാക്കിയുള്ള പോളിപെപ്റ്റൈഡ് സ്ട്രാൻഡ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇൻ്റർട്വൈൻ ചെയ്ത് കയറും. ക്ലിയർ ആണല്ലോ, ഇതാണ് ട്രിപ്പിൾ സ്റ്റാൻഡേർഡ് ഹെലിക്സ് പറഞ്ഞാൽ. ഓക്കെ, ശരിക്കും കൊളാജൻ്റെ സ്ട്രക്ചർ നമ്മൾ ക്വാർട്ടർ സ്റ്റാഗേർഡ് ട്രിപ്പിൾ ഹെലിക്സ് എന്നാണ് പറയുക. സോ ഇമ്പോർട്ടൻ്റ് ആണ് ട്രിപ്പിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ. എങ്ങനെ 3 പോളിപെപ്റ്റൈഡ് ചെയിൻസ് എന്ത് ചെയ്യും, ഒരു ഹെലിക്കൽ കൺഫർമേഷനിൽ ദേ വിൽ വൈൻഡിങ് by winding around each other, and 3 resulting helical cables that are made in a manner that 3.3 amino acid residues, and they will make the 1 turn and each turn separated by 2.9 angstrom. സോ ഈ ഒരു കൊളാജൻ ട്രിപ്പിൾ ഹെലിക്സിലേക്ക് നമ്മൾ ഗ്ലൈസിൻ വളരെ സിംപ്ലസ്റ്റ് ആൻഡ് സ്മോൾ സൈസാണ്. സോ ഇറ്റ് ക്യാൻ ഫിറ്റ് ഇൻ ടു ദ ക്രൗഡഡ് ഇൻറ്റീരിയർ ഓഫ് ദ കൊളാജൻ ട്രിപ്പിൾ ഹെലിക്സ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഷാളോ ഗ്രൂവ്. ആ ഗ്രൂവിലേക്ക് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള പോളിപെപ്റ്റൈഡ് സ്ട്രാൻഡ്സ് എല്ലാം ഇൻ്റർട്വൈൻ ചെയ്യും.
So when a solution of collagen is boiled, the viscosity of the solution decreases. That means നമ്മൾ കൊളാജൻ എന്താ പറയുക കൊളാജൻ ഉള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളാജൻ നമ്മൾ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളതിനെ ബോയിൽ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദ വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഡിക്രീസ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഒരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. ദാറ്റ് ഈസ് കൊളാജൻ വിൽ ബി കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു എ കോമ്പൗണ്ട് നോൺ എസ് ജെലാറ്റിൻ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊളാജൻ്റെ നോർമൽ സ്ട്രക്ചർ എന്താണ്, ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. സോ കൊളാജൻ നമുക്കറിയാം ഇറ്റ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ പ്രോട്ടീൻ ആണ്. സോ അത് rod like structure ആണ്. So that rod like structure will alter into another random coil structure, that is the gelatin. Okay, so നമ്മൾ ഒരു കൊളാജൻ സൊല്യൂഷനിലേക്ക് ഇടുക അല്ലെങ്കിൽ കൊളാജൻ സൊല്യൂഷൻ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്കറിയാം കൊളാജൻ്റെ റോഡ് ലൈക്ക് സ്ട്രക്ചർ മാറിയിട്ട് അവിടെ ഒരു റാൻഡം കോയിൽ സ്ട്രക്ചർ വരും. ദാറ്റ് ഈസ് നോൺ ആസ് ദ ജെലാറ്റിൻ. ഓക്കെ, സോ ജെലാറ്റിൻ അങ്ങനെയാണ് ജെലാറ്റിൻ ഈസ് ഫോംഡ് ഫ്രം കൊളാജൻ. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കൊളാജൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ടിപ്പിക്കൽ നെയിം പറയുന്നത് ക്വാർട്ടർ സ്റ്റാഗേർഡ് ട്രിപ്പിൾ ഹെലിക്സ് എന്നാണ് പറയുക. സോ വാട്ട് യു മീൻ ബൈ ദ ക്വാർട്ടർ സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റ്? ഓക്കെ, സോ നമുക്കറിയാം ട്രോപ്പോകൊളാജൻ മോളിക്യൂൾസ് നമ്മൾ പറഞ്ഞു. സോ ഈ ട്രോപ്പോകൊളാജൻ മോളിക്യൂൾസ് ഒരു ക്വാർട്ടർ സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റിൽ ഫോം ചെയ്തിട്ടാണ് കൊളാജൻ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. അതായത് ഈ ഓരോ റോയിലും മോളിക്യൂൾസ് അതിനെ സെപ്പറേറ്റഡ് ബൈ 400 ആങ്സ്ട്രം ആൻഡ് അഡ്ജസൻറ്റ് റോസ് ബൈ 680 ആങ്സ്ട്രം. സോ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കുക ഈ ട്രോപ്പോകൊളാജൻ മോളിക്യൂൾസ് ഒരു ക്വാർട്ടർ സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റിൽ അറേഞ്ച് ചെയ്തിട്ടാണ് കൊളാജൻ ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. മാത്രമല്ല ഈ സ്ട്രക്ചർ എന്ത് ചെയ്യും, ഓരോ എന്താ പറയുക റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ ഈ എന്താ പറയുക ഈ സ്ട്രക്ചർ ഓരോ റോയ്ക്ക് ശേഷം ഇത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഈ ക്വാർട്ടർ സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റ് പറഞ്ഞാൽ എന്തിനാണ്, അതിന് ഹെൽപ്സ് ഇൻ മിനറലൈസേഷൻ. ഓക്കെ, മിനറൽസിൻ്റെ ആഡിങ്. ഓക്കെ, അതാണ് മിനറലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ക്വാർട്ടർ സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റ്. ഓക്കെ, സോ ഓരോ റോയായിട്ട് മോളിക്യൂൾസിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഈ ഓരോ റോയിന് സെപ്പറേറ്റഡ് ബൈ 400 ആങ്സ്ട്രം. ഇനി അഡ്ജസൻറ്റ് റോസ് ആണെങ്കിൽ 680 ആങ്സ്ട്രം. ഓക്കെ, ഇതാണ് ക്വാർട്ടർ സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റ്. നമ്മൾ ട്രിപ്പിൾ ഹെലിക്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ദെൻ about the functions of collagen. So നമ്മൾ പറഞ്ഞു collagen is a connective tissue protein, so it gives support to organs. Then alignment of cells, അതുപോലെ സെൽ ആങ്കറിങ്, അതുപോലെ തന്നെ സെൽ proliferation, സെൽ ഡിഫറൻസിയേഷൻ, ഇതിനൊക്കെ കൊളാജൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൽ അതായത് വാസ്കുലർ സിസ്റ്റത്തിൽ കൊളാജൻ എക്സ്പോസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് അഡ്ഹറേഷൻ അല്ലെങ്കിൽ ത്രോംബോസ് ഫോർമേഷനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യും. അതായത് എവിടെയെങ്കിലും ഒരു എന്താ പറയുക ബ്ലഡ് വെസൽസിലൊരു കട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവുണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് കൊളാജൻ എക്സ്പോസ് ചെയ്യും. സോ കൊളാജൻ എക്സ്പോസ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടാവും. സോ പ്ലേറ്റ്ലെറ്റ്സ് അഡ്ഹറേഷൻ അല്ലെങ്കിൽ ത്രോംബോസ് ഫോർമേഷനൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യും. സോ ഇതൊക്കെയാണ് കൊളാജൻ്റെ മെയിൻ ഫങ്ഷൻസ്. So thank you. Please like, share and subscribe my channel. So എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.